നിങ്ങളുടെ എത്രയോ ചിറകുകളാണ്. വേതനമില്ല, വേദന മാത്രം. ആശയേറ്റ് ആശാ വർക്കർമാർ തെരുവിൽ സമരം നടത്തുന്നത് എന്തിന്? 7000 രൂപ കൊണ്ട് എങ്ങനെ കുടുംബം കഴിയും? എടുത്താൽ പൊങ്ങാത്ത ജോലി, പക്ഷേ എടുക്കാനില്ല കൂലി. സംസ്ഥാനത്ത് താങ്ങാനാവാത്ത ജോലിഭാരത്താൽ നട്ടം തിരിയുകയാണ് ആശാ വർക്കർമാർ. ഇവർക്ക് ചെയ്ത ജോലിയുടെ കൂലി ലഭിക്കുന്നത് 3-4 മാസങ്ങൾ കൂടുമ്പോൾ മാത്രമാണ്. 3 മാസത്തെ വേതനവും 1 മാസത്തെ ഇൻസെന്റീവും നിലവിൽ കുടിശ്ശികയുമുണ്ട്. അതായത് സംസ്ഥാന സർക്കാരിന്റെ 5000 രൂപയും കേന്ദ്ര സർക്കാരിന്റെ 2000 രൂപയും ഉൾപ്പെടെ ആകെ 7000 രൂപയാണ് ഇവരുടെ പ്രതിമാസ ഓണറേറിയം എന്ന് പറയുന്നത്. 2005-ലായിരുന്നു ദേശീയ ആരോഗ്യ പദ്ധതിയുടെ ഭാഗമായി രാജ്യത്ത് ആശാപ്രവർത്തകരെ നിയോഗിച്ചു തുടങ്ങിയത്. 2012 ആയപ്പോഴേക്കും രാജ്യമാകെ ഇത് ശ്രദ്ധ നേടി. അതായത് ഓരോ ഗ്രാമത്തിലും പ്രവർത്തിക്കുന്ന അംഗീകൃത സാമൂഹിക ആരോഗ്യ പ്രവർത്തകരാണ് ആശാ വർക്കർ എന്ന് അറിയപ്പെടുന്നത്. ഓരോ ആശാപ്രവർത്തകയും സേവനം ആരംഭിക്കുന്നത് 2 മാസത്തോളം നീളുന്ന പരിശീലനത്തിന് ശേഷമാണ്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെയും ആരോഗ്യവകുപ്പ് അംഗൻവാടി ജീവനക്കാരുടെയും സഹകരിച്ചാണ് ഇവർ പ്രവർത്തിക്കുന്നത്. 10ാം ക്ലാസ്സെങ്കിലും യോഗ്യതയുള്ള വനിതകളെയാണ് ആശാ സേവനത്തിനായി നിയോഗിക്കുന്നത്. രാജ്യത്ത് 1.5 പതിറ്റാണ്ട് പിന്നിടുന്ന ഈ ആരോഗ്യ ദൗത്യ സംഘം ലോകാരോഗ്യ സംഘടനയുടെ പുരസ്കാരത്തോടെ എല്ലാ രാജ്യങ്ങളും ഉറ്റുനോക്കുന്ന ഒരു മികച്ച മാതൃക തന്നെയാണ്. അപ്പോഴാണ് ആശയേറ്റവരെ ആട്ടിപ്പായിക്കുന്ന സ്ഥിതി കേരളത്തിലുള്ളത്. നമുക്കറിയാം, വിവിധ രോഗങ്ങൾ ബാധിച്ച് വീടുകളിൽ നിരീക്ഷണത്തിലുള്ളവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നതും അതോടൊപ്പം ആരോഗ്യകാര്യങ്ങളിൽ നാട്ടിലിറങ്ങി ജനങ്ങളിൽ ബോധവൽക്കരണവും നടത്തേണ്ടത് ആശാ വർക്കർമാരുടെ ചുമതലയാണ്. അസുഖമായി നിരീക്ഷണത്തിലുള്ളവർക്ക് അസുഖ ലക്ഷണങ്ങൾ ഉണ്ടോ എന്ന് നിരന്തരം അന്വേഷിക്കണം. ഇത് ഉന്നത ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുമ്പോൾ വിവരം നൽകണം. പഞ്ചായത്തുകളുടെ വിവിധ ആരോഗ്യ സർവേ, പ്രത്യേകിച്ച് മന്ത്, ക്യാൻസർ, കൂടാതെ വിവിധ കണക്കെടുപ്പുകൾ തുടങ്ങി നിരന്തരം വിവിധ യോഗങ്ങളിലും പരിപാടികളും എന്തായാലും ഇവർ പങ്കെടുക്കണം. വാർഡിലെ മാതൃശിശു സംരക്ഷണം, ഗർഭിണികളുടെ കണക്കെടുപ്പും സേവനങ്ങൾ എത്തിക്കലും, കിടപ്പ് രോഗികൾക്കുള്ള സേവനങ്ങൾ വീട്ടിലെത്തിക്കൽ തുടങ്ങി മറ്റെല്ലാ കാര്യങ്ങളിലും ഇവർ ബന്ധപ്പെട്ട് കിടക്കുന്നു. മഞ്ഞപ്പിത്തം ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ തടയൽ, കുടുംബാസൂത്രണ മാർഗങ്ങൾ ഉറപ്പാക്കൽ, ആരോഗ്യകാര്യങ്ങളിൽ ബോധവൽക്കരണം എന്നിവയാണ് ഒരു ആശാ വർക്കറുടെ പ്രധാന ജോലികൾ. വീട്ടിൽ പണി കഴിഞ്ഞെത്തിയാൽ പോലും വിവിധ സർവേകളുടെ കണക്ക് നൽകൽ, 5-ൽ കൂടുതൽ രജിസ്റ്ററുകളുമായി വീടുകളിൽ നിന്ന് വീടുകളിലേക്കുള്ള യാത്ര, അങ്ങനെ പോകുന്നു ജോലികൾ. അതായത് ലഭിക്കുന്ന വേതനത്തിന്റെ ഇരട്ടിയിലേറെ മൂല്യമുള്ള ജോലിയാണ് ഇവർ ചെയ്യേണ്ടി വരുന്നത്. ഇവർക്ക് മാസത്തിൽ ലഭിക്കുന്ന തുച്ഛമായ തുകയെ ആശ്രയിച്ച് ജീവിക്കുന്നവർക്ക് അതുപോലും ലഭിക്കാതെ വരുമ്പോഴുള്ള അവസ്ഥ സർക്കാർ കാണാൻ മടി കാണിക്കുകയാണ്. കഴിഞ്ഞ വർഷം ധനമന്ത്രി ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റിൽ ആശാ വർക്കർമാരുടെ പ്രതിഫലം 500 രൂപ വർദ്ധിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ അത് നടപ്പിലാക്കിയില്ലെന്നു മാത്രമല്ല, ഇത്തവണത്തെ ബജറ്റിൽ സർക്കാർ അക്കാര്യം മറക്കുകയും ചെയ്തു. 5 ലക്ഷം രൂപ വിരമിക്കൽ ആനുകൂല്യമായി മറ്റു പല സംസ്ഥാനങ്ങളെയും ആശാ വർക്കർമാർക്ക് ലഭിക്കുമ്പോൾ നമ്മുടെ കേരളത്തിൽ 1 പൈസ പോലും ഇവർക്ക് കൊടുക്കുന്നില്ല. അതായത് പിണറായി സർക്കാർ 2022-ൽ യാതൊരു ആനുകൂല്യവുമില്ലാതെ ഇവർ ജോലിയിൽ നിന്നും പിരിഞ്ഞു പോകണമെന്ന് ഉത്തരവിട്ടിരുന്നു. അതും അന്ന് പ്രതിഷേധത്തിലേക്ക് കടന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആശാ വർക്കർമാർക്ക് ഏറ്റവും കൂടുതൽ പ്രതിഫലം നൽകുന്നത് കേരളത്തിലാണെന്ന ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ വാസ്തവവിരുദ്ധ പ്രസ്താവന വരുന്നത്. ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന സമരം ഗ്രാമീണ മേഖലയിലെ കിടപ്പ് രോഗികളിലും പാലിയേറ്റീവ് പരിചരണം ആവശ്യമുള്ളവരും ദുരിതത്തിലാക്കിയതുപോലെ തന്നെയാണ്. പലപ്പോഴും ഈ ലഭിക്കുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് ജീവിതം തള്ളി നീക്കുമ്പോഴും നിർധന രോഗികളെ പരിചരിക്കാൻ ഇവർ ഒട്ടും മടി കാട്ടുന്നില്ല. ഇവരുടെ കണ്ണീർ കാണാതെ സമരം നിർത്തണമെന്നാവശ്യപ്പെടുന്ന സർക്കാർ കിടപ്പ് രോഗികളുടെ അവസ്ഥയിലേക്ക് ആശാ വർക്കർമാരെയും തള്ളിവിടുന്ന സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.